അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ പേജ് നമ്പർ 15-ലെ ഒന്നാമത്തെ ചോദ്യവും അതോടൊപ്പം പേജ് നമ്പർ 16-ലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതാണ് ചോദ്യം നോക്കുക. 2 കിലോഗ്രാം ഓഫ് ഓറഞ്ചിനും 3 കിലോഗ്രാം ആപ്പിളിനും കൂടെ എത്ര രൂപയായി? 520 രൂപയായി. അതോടൊപ്പം 3 കിലോഗ്രാം ഓറഞ്ചും 2 കിലോഗ്രാം ആപ്പിളും മേടിക്കാൻ എത്ര രൂപയായി? 480 രൂപയായി. എങ്കിൽ 1 കിലോ ഓറഞ്ചിൻ്റെയും 1 കിലോ ആപ്പിളിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓറഞ്ചിൻ്റെ വില തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തെന്നെടുക്കും? ഓറഞ്ചിൻ്റെ 1 കിലോ ഓറഞ്ചിൻ്റെ വില എക്സ് എന്നെടുക്കും. അതോടൊപ്പം 1 കിലോ ആപ്പിളിൻ്റെ വില വൈ എന്നെടുക്കും. ഇനി എന്തൊക്കെ മേടിച്ചു? 2 കിലോഗ്രാം ഓറഞ്ച്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഇക്വേഷൻ എഴുതാം. 2 കിലോഗ്രാം ഓറഞ്ച് എന്ന് പറയുമ്പോൾ 2x പ്ലസ് എത്ര കിലോ ആപ്പിൾ? 3 കിലോ ആപ്പിൾ 3 വൈ സമം എത്ര രൂപയായി? 520 രൂപ കൊടുത്താണ് വാങ്ങിയത്. അതോടൊപ്പം 3 കിലോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ 3x പ്ലസ് എത്ര കിലോ ആപ്പിൾ? 2 കിലോ ആപ്പിൾ മേടിച്ചത് 480 രൂപയ്ക്കാണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ 2 ഇക്വേഷൻസ് റെഡിയായി. 2 ഇക്വേഷൻ റെഡിയായപ്പോൾ നോക്കി, ഇവിടെ 2x വന്നപ്പോൾ താഴെ 3x, മേല് 3y വന്നപ്പോൾ ഇവിടെ 2y. അപ്പോൾ ഒരുപോലത്തെ ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിക്കും? അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരുപോലെ ആക്കാനായിട്ട് ഏതെങ്കിലും ഒന്നെങ്കിൽ എക്സ് ആണ് നിങ്ങൾ ഒരുപോലെ ആക്കുന്നതെങ്കിൽ ഇവിടെ ചിന്തിക്കുക, ഇവിടെ ഞാൻ 3 കൊണ്ട് ഗുണിക്കും. കണ്ടോ, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ ഈ വൈയുടെ അവിടെയും 3 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പം നോക്ക്, 3 ഗുണിച്ച് ഇത് എത്രയായിട്ട് മാറും? 6x ആയി മാറും. അതേപോലെ താഴത്തെ ഇക്വേഷനിൽ ഞാൻ 2 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഈ 2 വൈയുടെ കൂടെയും 2 കൊണ്ട് ഗുണിക്കണം, ഇതിൻ്റെ കൂടെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ മൊത്തത്തിൽ മാറ്റി നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. 3നോട് 2 ഗുണിച്ചാൽ 6x. കണ്ടോ, 3നോട് 2x ഗുണിച്ചാൽ 6x പ്ലസ് അടുത്ത 3നോട് 3y കൂട്ടി എത്രയായി? 9y സമം ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 0 3 കൊണ്ട് ഗുണിച്ചാൽ 0, 3 2 6, അതാണ് 15, 1560. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ മൊത്തത്തിൽ മാറ്റി ഇങ്ങനെയാക്കി. ഇനി താഴത്തെ ഇക്വേഷൻ എല്ലാം 2 കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത് കാണാം. അപ്പം 3x-ന് 2 കൊണ്ട് ഗുണിച്ചാൽ എന്തായിട്ട് മാറും? 6x പ്ലസ് എത്ര? 2y × 2 എന്ന് പറയുമ്പോൾ എത്ര y? 4y സമം ഇവിടെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 0 ഉണ്ട്, 8 2 16 ഇഷ്ടമെന്ന് 960. അപ്പോൾ അതാ നമ്മുടെ പുതിയ 2 ഇക്വേഷൻ ഇവിടെ റെഡിയായി. ഓക്കെയാണ്. അപ്പോൾ ആദ്യത്തെ 2 ഇക്വേഷനെ മാറ്റി ഇതുപോലെ ആക്കി. എന്തിനാ മാറ്റിയത് നോക്ക്, ഇവിടെ 6x-ഉം ഇവിടെ 6x-ഉം. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഓറഞ്ചിൻ്റെ വിലയും ആപ്പിളിൻ്റെ വിലയും കിട്ടും. നമുക്ക് 1 കിലോ ആപ്പിളിൻ്റെ 1 കിലോ ഓറഞ്ചിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ ഇതാ ഈ 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ എന്താണ് ഇത് നമ്മൾ സെയിം ആക്കി, 6x സെയിം ആക്കി. അപ്പോൾ ഈ 2 ഇക്വേഷനോട് പിന്നെ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ കുറയ്ക്കുമ്പോൾ എന്തിട്ട് മക്കളെ? ഇവിടെ 0 ആവുമെന്നറിയാം, 6-ൽ 6 കുറച്ചാലും 0 ആണെന്നറിയാം. 9നോട് എത്ര കൂട്ടി? 15, 9 6 15 അപ്പോൾ 600 എന്ന് കിട്ടും. സമം 9y 4y പോയാൽ എത്ര y? 5y എന്ന് കിട്ടും. ഇത് തമ്മിൽ വെട്ടിപ്പോയാൽ 6x പോയി. അപ്പോൾ 5y സമം 600. അവിടെ നിന്ന് പറ y സമം എത്ര? 600 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വില എത്ര? നിങ്ങൾക്കറിയാം, 60ഉം 5 കൂടെ ഡിവൈഡ് ചെയ്താൽ 12, 120 രൂപയാണ് y എന്ന് ഉദ്ദേശിച്ചത് ആരാന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ y കിട്ടിയാൽ മാത്രം പോരാ, ഇനി ആരെയും കൂടെ വേണം? ഈ എക്സും കൂടെ വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. അതിനുവേണ്ടി ഞാൻ നോക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ 6x പ്ലസ് 4y സമം 960 എന്ന ഇക്വേഷൻ എടുക്കുന്നു. അവിടെ വൈക്ക് എത്ര കൊടുക്കാം? 120. അപ്പോൾ 6x-ന് മാറ്റമില്ല. പ്ലസ് y × 120 സമം എന്ത് വന്നു? 960. അപ്പോൾ 6x പ്ലസ് എന്ത്? 4 × 12 4 ഗുണിച്ചാൽ 480 സമം 960. സെറ്റാണ്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് എഴുതാം. ബാക്കി ഇങ്ങോട്ടേക്ക് എഴുതുവാണെങ്കിൽ ബാക്കി 6x സമം ഇവിടെ നോക്കി, ഇവിടെ 960 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 960 മൈനസ് 480 അപ്പുറത്ത് പ്ലസ് 450. അപ്പോൾ 6x സമം 960 450 ബാക്കി എന്ത് വരും? 480. അപ്പോൾ എക്സ് എത്ര? എക്സ് എന്ന് പറയുമ്പോൾ 480 ഡിവൈഡ് ബൈ 6 ആണ്. എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 8 6 48. അപ്പോൾ 80 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വിലയും കിട്ടി, വൈയുടെ വില കിട്ടി. എക്സ് എന്താ, വൈ എന്തുവാ? അപ്പോൾ മനസ്സിലാക്കുക, 1 കിലോഗ്രാം ഓറഞ്ചിൻ്റെ വിലയായിരുന്നു എക്സ് എന്ന് പറയുമ്പോൾ 1 കിലോ ഓറഞ്ചിന് എത്ര? 80 രൂപ. 1 കിലോഗ്രാം ആപ്പിളിൻ്റെ വിലയായിരുന്നു വൈ നമുക്ക് കിട്ടി 120. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 120ഉം 80ഉം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നു നോക്ക്, ഒരു വയറുണ്ട്, വയറിന് 1 മീറ്റർ നീളമുണ്ട്. ആ നീളമുള്ള ആ വയറിനെ 2 കഷ്ണങ്ങളാക്കി
ഒന്ന് മുറിച്ചിട്ട് ആ ഒരു കഷ്ണം ഉപയോഗിച്ച് സ്ക്വയറും മറ്റേ കഷ്ണം ഉപയോഗിച്ച് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന പക്ഷേ മലയാളം ഒരു കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം സമചതുരവും മറ്റേ കഷ്ണം വളച്ച് സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ചോദ്യം നമ്മൾ പണ്ട് പഠിച്ചൊരു ചോദ്യം ഓർമ്മയുണ്ടോ? അതും ഒരു വയറിനെ പറ്റിയൊരു ചോദ്യമായിരുന്നു. ആ വയറിനകത്ത് എത്ര മീറ്റർ നീളം? 3.5 മീറ്റർ നീളമുള്ള ഒരു വയർ മുറിച്ചൊരു കണക്കുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മളൊരു വരി ശ്രദ്ധിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം എന്ന് വെച്ചാൽ എന്ത് വരുന്നുണ്ട്? നമ്മുടെ സ്ക്വയറിൻ്റെയും അത് കണക്ക് നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെയും സൈഡുകൾ എന്തെന്നാണ് എടുത്ത ഈ ക്വസ്റ്റ്യനിൽ? എക്സ് എന്ന് എടുത്തത് ഓർമ്മയുണ്ടോ? അതെന്തുകൊണ്ടാണ് എടുത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയതാ ഈ വരി കൊടുത്തതുകൊണ്ടാണ്. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കും. ഏതിൻ്റെയൊക്കെ? ഈ സ്ക്വയറിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെയും വശങ്ങൾ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇതേ ചോദ്യമാണ് ഇപ്പം വന്നേക്കുന്നത്. പക്ഷേ ഈ വാചകം ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യത്തിൽ ഇല്ല. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ വാചകം ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു വാചകം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ മനസ്സിലായി ഈ സ്ക്വയറിൻ്റെ സൈഡിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ ഇതിൻ്റെ എല്ലാ സൈഡും എന്തുമായിരിക്കും? എക്സ് ആയിരിക്കും. പക്ഷേ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ എക്സ് എന്ന് വിളിക്കാൻ പറ്റും? ഇല്ല. അതുകൊണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ വശങ്ങളെ ഞാൻ എന്തെന്ന് വിളിക്കും മക്കളെ? വൈ എന്ന് വിളിക്കും. ഇത് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കി ഈ സ്ക്വയറും ഈ ഇക്വലാറ്റർ ട്രയാങ്കിളും ചേരുമ്പോൾ മൊത്തത്തിൽ എത്ര മീറ്റർ നീളമുണ്ട്? 1 മീറ്റർ. ആ 1 മീറ്ററിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 100 സെൻറ്റിമീറ്റർ എന്ന് ധൈര്യമായി വിളിക്കാം. അപ്പോൾ നമുക്കറിയാം വയറിൻ്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്, അല്ലെങ്കിൽ അത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. ഈ 1 മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് നിർമ്മിച്ചേക്കുന്നത് നിങ്ങൾക്കറിയാം. ഒരു ഏകദേശ ഐഡിയക്ക് വേണ്ടി ഒരു സ്ക്വയറിൻ്റെ സൈഡ് എത്രയാ? എക്സ് വെച്ച് മുറിച്ചിട്ടുണ്ട്. അതാണെങ്കിൽ നമ്മൾ എന്തും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. അതിൻ്റെ സൈഡ് എത്രയാണ്? വൈ എന്നാണ് വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വരി എഴുതാൻ പറ്റുമല്ലോ മക്കളെ? 4x. അപ്പം ഈ കഷ്ണം എക്സുകളാണ്. അപ്പം 4x അത് കണക്ക് 3 വൈയും എന്ന് പറയുന്നത് എന്തും മുറിച്ചിട്ടുണ്ടാക്കിയത്? കമ്പി മുറിച്ച്. ആ കമ്പിയുടെ നീളം എത്ര? 100 സെൻറ്റിമീറ്റർ. ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. 4x 3y കൂടെ ചേർത്താൽ 100 സെൻറ്റിമീറ്റർ എന്ന് എഴുതും. മക്കളെ ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞേക്ക് നോക്കടാ. 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് എക്സ്, അതിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x. ഓക്കെ. ആൻഡ് 2 ടൈംസ് ദ സൈഡ് ഓഫ് ദ ഇക്വലാറ്റർ ട്രയാങ്കിൾ. സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങ്. സമഭുജ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2y. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാകും? 71 ആകുമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? 71 കണ്ടല്ലോ. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും. കണ്ടല്ലോ? സമചതുരം ആകുമ്പോൾ എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ കണ്ട 3x. അത് കണക്ക് ത്രികോണത്തിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2y. ചേരുമ്പോൾ എത്രയാവും? 71. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അത് നമുക്ക് അടുത്ത പേജിലോട്ട് എഴുതാം. മക്കളെ നമുക്ക് എഴുതാൻ നോക്കാം. 3x പ്ലസ് 2y സമം എന്തെന്ന് എഴുതാം? 71 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ഈ 2 ഇക്വേഷൻ നമുക്ക് റെഡിയായി. ഈ സെൻറ്റിമീറ്റർ നോക്കണ്ട, അത് ഞാനൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 4x പ്ലസ് 3y സമം 100ഉം അതാണെങ്കിൽ 3x പ്ലസ് 2y സമം 71. ഈ 2 ഇക്വേഷൻ നമ്മളെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണം? നമുക്കറിയാം എക്സ് എത്ര വൈ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. രണ്ടിലും സെയിം ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ സെയിം ആക്കാൻ പോകുന്നതാണ്ട് ഈ വൈയും സെയിം ആക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണേ, 3y-യും 2y-യും സെയിം ആക്കണമെങ്കിൽ 3y-യുടെ കൂടെ 2 ഗുണിച്ചാൽ 6y ആവും. ഈ 2y-യുടെ കൂടെ 3 ഗുണിച്ചാൽ 6y. അപ്പോൾ ഇതും 6y ആവും, ഇതും 6y. അപ്പോൾ ഈ മേലത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ മേലത്തെ ഇക്വേഷൻ എല്ലാം 2 കൊണ്ട്, താഴത്തെ ഇക്വേഷൻ എല്ലാം എത്ര കൊണ്ട്? 3 കൊണ്ടാണ് ഗുണിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. എന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ എഴുതി വയ്ക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2. അപ്പോൾ എന്ത് സംഭവിക്കും? ഇക്വേഷൻ 1-നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. 8x പ്ലസ് നോക്കുക 6y സമം 100-നെ 2 ഗുണിച്ചാൽ 200 എന്ന് വരും. കണ്ടോ? മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 200 ആയി. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 2-നെ 3-ആയിട്ട് ഗുണിക്കുന്നു. അപ്പോൾ നമ്മുടെ കണക്ക് എങ്ങനെയായിട്ട് മാറും നോക്കുക. 9x പ്ലസ് 6y സമം എത്ര? 213 എന്നായിട്ട് മാറി. ഇനിയിപ്പോൾ 2 ഇക്വേഷൻ നമ്മുടെ കയ്യിലായി. 213 അല്ലേ വലുത്. അപ്പോൾ ആ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുന്നു. 9x പ്ലസ് 6y സമം 213 ഇക്വേഷൻ. അതാണ് 8x പ്ലസ് 6y സമം എന്ത്? 200 എന്ന് പറഞ്ഞ മറ്റേ ഇക്വേഷൻ. ഈ 2 ഇക്വേഷനോടെ ഞാൻ അങ്ങ് കുറയ്ക്കുന്നു. കണ്ടോ? ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച ആ 2 ഇക്വേഷനെ കുറയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക. 13 സമം 6y 6y 0 ആണ്. 9x 8x പോയി കഴിഞ്ഞാൽ വെറും x. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ 13 എന്ന് കിട്ടും. എക്സ് എന്ന് ഉദ്ദേശിച്ച് ആരാണെന്ന് നോക്കുക. ചതുരത്തിൻ്റെ വശമാണ് എക്സ്. ഇനി നമുക്ക് ആരെയും കൂടെ കണ്ടുപിടിക്കണം? വൈയും കൂടെ കണ്ടുപിടിക്കണം.
നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനാണ് ഇത്. നോക്കുക, സ്ക്വയറിൻ്റെ സൈഡ് 4 പ്ലസ് നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ വശം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 100. ആ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുന്നു. ഇവിടെ എക്സ് നമുക്ക് കിട്ടിയായിരുന്നു 13. അപ്പം 4 × 13 പ്ലസ് വൈ ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് വൈ അതുകൂടെ ഇത് ഈസ് ഈക്വൽ ടു 100. 4 13 ഗുണിച്ചാൽ എത്ര? 4 3 12 ഇഷ്ടമാണ് 52. അപ്പം 52 പ്ലസ് 3 വൈ സമയം എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അവിടെ നിന്ന് 3 വൈ സമയം എത്ര ഇട്ടൂടാ? 100 മൈനസ് 52 എന്ന് കിട്ടും. മനസ്സിലായോ? പ്ലസ് 52 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി. അപ്പം 3 വൈ സമയം എത്ര കിട്ടും? 48. അപ്പം വൈ എത്ര എന്ന് കിട്ടും? 48 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 16 എന്ന അളവ് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര വെച്ചിട്ടാണ് കിട്ടുന്നത്? 13. സ്ക്വയറിൻ്റെ സൈഡ് നോക്കുക, എല്ലാ സൈഡും എത്ര? 13 എന്ന് കിട്ടും. നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയോളം വരും? നിങ്ങൾ നോക്കുക, 16 വെച്ചിട്ട് വരുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കമ്പി എത്ര മീറ്റർ നീളമുള്ള കമ്പിയായിരുന്നു? 1 മീറ്റർ നീളമുള്ള കമ്പി, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പിയായിരുന്നു. ഈ സ്ക്വയർ ഇവിടെ മുറിച്ചെടുക്കണമെങ്കിൽ നോക്കി 13 ഇൻറ്റു നോക്കുക, 13 പോരാ, 13 × 4 ചെയ്യണം. എന്ന് പറയുമ്പോൾ എത്ര? 52 സെൻറ്റിമീറ്ററിൽ വെച്ച് ഇങ്ങനെ മുറിച്ചാലാണ്, 52 സെൻറ്റിമീറ്റർ വെച്ച് മുറിച്ചാൽ അതെന്തായിട്ട് മാറും? സ്ക്വയറായി മാറും. ഇതെത്രയായിട്ട് മാറും? ഇവിടെ 42 സെൻറ്റിമീറ്റർ ബാക്കിയുണ്ട്. ആ 42 വെച്ചിട്ട് മുറിച്ചാൽ ഇക്വലാറ്റർ ട്രയാങ്കിളായിട്ട് മുറിക്കും. അപ്പോൾ എവിടെ വെച്ച് മുറിക്കണം എന്ന് ചോദിക്കുന്നത്, ആരെയാണ് ആദ്യത്തെ കഷ്ണം കൊണ്ട് ഉണ്ടാക്കുന്നത്? സ്ക്വയറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എത്ര സെൻറ്റിമീറ്ററിൽ മുറിക്കണം? 52 സെൻറ്റിമീറ്ററിൽ മുറിക്കണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ മുറിക്കേണ്ടത് 52 48 അല്ലെങ്കിൽ 48 52 എന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ വയറിനെ അല്ലെങ്കിൽ ഈ കമ്പിയെ മുറിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.